രാജീവ് ഗാന്ധിയുള്ള സമയത്ത്. അന്ന് പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പം അങ്ങനെയല്ലല്ലോ. പണമില്ല, പാർട്ടി ഹൈക്കമാൻഡ് ശക്തമല്ല, മൊത്തത്തിൽ പാർട്ടി വലിയ ദൗർബല്യം നേരിടുന്ന സമയമാണ്. ശിഥിലമായ സംഘടനാ സംവിധാനമാണ് രാജ്യത്ത് ഒട്ടുക്ക്. കേരളത്തിലും വലിയ വ്യത്യാസമില്ല. പിന്നെ ഏത് കാലത്തും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. എൻ്റെ അപ്പാപ്പൻ കോൺഗ്രസ്സായിരുന്നു, എൻ്റെ അപ്പനും കോൺഗ്രസ്സായിരുന്നു, ഞാനും കോൺഗ്രസ്സാണ്, എൻ്റെ മകനും കോൺഗ്രസ്സാവും, മകൻ്റെ മകനും കോൺഗ്രസ്സാവും എന്ന് അങ്ങനെ വോട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ വോട്ടാണ് കോൺഗ്രസ്സിന് ഏത് കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നത്. ആ വോട്ട് പോലും ഇപ്പോൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മനസ്സിലാവും. ഏത് കാലത്തും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായിരുന്ന പല സമുദായങ്ങളും പല വിഭാഗങ്ങളും പാർട്ടിയിൽ തകർന്നു പോവുകയാണ്. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP ആണെങ്കിൽ പോലും കേരളത്തെ കോൺഗ്രസ് മുക്തമാക്കി നിലനിർത്തണം എന്നാണ് താല്പര്യം. CPM മുക്തമാക്കണമെന്നോ ഇടതുപക്ഷം മുക്തമാക്കണമെന്നോ അവർക്ക് താല്പര്യമില്ല. അവർക്ക് കേരളത്തിൽ അധികാരം പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരെ LDF തുടർന്ന് ഭരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചക്കി കുത്തും, അല്ല 10,000 പേരും ചക്കി കുത്തും, അമ്മ വയ്ക്കും ഞാനുണ്ടും എന്ന രീതിയിൽ പാർട്ടിക്ക് ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ പണിയെടുക്കുകയും കോൺഗ്രസ്സുകാർ സംഘടന ശക്തിപ്പെടുത്തുകയും കോൺഗ്രസ്സുകാർ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും അവരെ കൃത്യമായിട്ട് പോളിംഗ് ബൂത്തിൽ എത്തിക്കുകയും ചെയ്താൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ചില ആളുകൾ ചെയ്യുന്ന പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് വരെ. ഇവരുടെയൊക്കെ ഉദ്ദേശം മറ്റു പലതുമാണ്. ഈ മോൻ ചത്താലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണീര് കാണണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏത് കാലത്തെയും ഏറ്റവും വലിയ ശാപം. അതിൽ മുതിർന്ന നേതാക്കളുമുണ്ട്, മുതിരാത്ത നേതാക്കളുമുണ്ട്. ഇനി ഒരു കാരണവശാലും ആരും മുതിരാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് വാശിയുള്ള ആളുകളുണ്ട്. ഞാനിപ്പോൾ ആരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രം. ശ്രീ ജയശങ്കർ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. സതീശൻ യുവ നേതാക്കൾക്കൊക്കെ പരിഗണന കൊടുക്കുന്ന ആളാണ്. അത്തരം ആളുകളെ ഒപ്പം നിർത്തി വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ സ്വാധീനമുണ്ടായാൽ, ഇനി വരാൻ പോകുന്ന MLA-മാരിൽ സ്വാധീനമുണ്ടായാൽ, UDF-ന് അധികാരം കിട്ടുന്ന ഭൂരിപക്ഷത്തിലേക്ക് അവർ 2026 എത്തിയാൽ സതീശൻ മുഖ്യമന്ത്രി ആയേക്കും. അങ്ങനെയാണെങ്കിൽ ആരും വേണ്ട, UDF-നൊരു മുഖ്യമന്ത്രിയോ സർക്കാരോ വേണ്ട എന്ന് ചിന്തിക്കുന്നവർ നാം ഈ മുതിർന്ന തലമുറ എന്ന് വിശേഷിപ്പിക്കുന്നവർക്കിടയിലുണ്ടോ? അല്ല, അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഒരു കാരണവശാലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടരുത്, UDF-ൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കരുത് എന്ന് വാശിയുള്ള, ശാഠ്യം എന്ന് വാക്കാണ് കൂടുതൽ ശരി, ശാഠ്യമുള്ള ആളുകൾ ഈ മുതിർന്ന നേതാക്കളിലുമുണ്ട്, ഈ കുത്തിത്തിരിപ്പുകാരിലുമുണ്ട്. അത് A ഗ്രൂപ്പിലുമുണ്ട്, I ഗ്രൂപ്പിലുമുണ്ട്, ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പിലുമുണ്ട്. ഏത് കാലത്തും കോൺഗ്രസിൻ്റെ ഒരു രീതി അത് തന്നെയാണ്. പിന്നെ AK ആൻ്റണിയും കരുണാകരനൊക്കെ ഉള്ള കാലത്ത് കാര്യം അവർ തമ്മിൽ പല കാര്യങ്ങളിലും പിടിവലിയും അഭിപ്രായ വ്യത്യാസവും കൊണ്ടാണെങ്കിലും ഈ കരുണാകരൻ പറഞ്ഞിട്ട് ചുട്ട് തല്ലുമ്പോൾ കൊല്ലനും കൊല്ലത്തും ഒന്നാവുക. ഇപ്പം അങ്ങനെയല്ല. ഒരു സമയത്തും കൊല്ലനും കൊല്ലത്തും ഒന്നാവുകയില്ല, അവർ ചുട്ട് തല്ലുകയുമില്ല. അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ വിരോധികളാണെന്ന് സ്വയം വിചാരിച്ചിട്ടുള്ള ആളുകളുടെ കാലെ പിടിച്ച് വലിക്കലാണ്. അതിപ്പോഴും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്തേക്കുള്ള ആളുകളുടെ ഉദാഹരണങ്ങൾ നോക്കിയാൽ വളരെ വ്യക്തമാണ്. ഏത് സമയത്താണ് KV തോമസ് കോൺഗ്രസ് വിട്ടുപോകാൻ തീരുമാനിച്ചത്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ്. അങ്ങനെയല്ല ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സരീൻ എപ്പോഴാണ് പോകാൻ തീരുമാനിച്ചത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന സമയം വന്നപ്പോഴാണ്. അപ്പോൾ ഇത് ഇനിയും ഒരുപാട് പേര് ഇങ്ങനെ അസംതൃപ്തരായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് പേര് BJP-യിലേക്ക് പോകും, കുറച്ച് പേര് CPM-ലേക്ക് പോകും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കതർത്താരികൾ പലരും പാർട്ടി വിട്ടുപോകാൻ തയ്യാറായി നിൽപ്പുണ്ട്. അവർ പോകുന്നതിന് മുമ്പ് ഈ വഞ്ചി മുക്കിയിട്ട് വേണം അവർക്ക് പോകാനായിട്ട്. അതിനുവേണ്ടി അവർ കരാറെടുത്ത് നിൽക്കുകയാണ്. CPM-ൽ നിന്നും കൊണ്ട് കൊട്ടേഷൻ, BJP-യിൽ നിന്നും കൊണ്ട് കൊട്ടേഷൻ. പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകന് BJP-യിൽ ചേർന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം എന്താ? AK ആൻ്റണിയുടെ മകൻ BJP ചേർന്നു, കരുണാകരൻ്റെ മകൾ BJP ചേർന്നു. ഇനിയിപ്പോൾ ചാണ്ടി ഉമ്മൻ ചെന്നാലും അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അപ്പോൾ ഇതിലൊക്കെ മറ്റ് പല താല്പര്യങ്ങളും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ VD സതീശൻ വന്നതിന് ശേഷം അദ്ദേഹം ഈ യുവ MLA-മാരെ കണ്ടമാനം പേട്ടറൈസ് എന്നുള്ള സത്യമാണ്. മാത്യു കുഴൽനാടൻ, അല്ലെങ്കിൽ നമ്മുടെ റോജി M ജോണിന്, മറ്റ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്, മറ്റ് പലരെയും അദ്ദേഹം ആ രീതിയിൽ പേട്ടറൈസ് ഉണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ തന്നെ, അതുപോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. പാലക്കാട് ജില്ലയിലും മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല, അവിടെ യോഗ്യന്മാരായ ആളുകളുണ്ട്. പക്ഷേ രാഹുലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി, അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാക്കി. അതാണല്ലോ പ്രധാനം. അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാക്കി. അങ്ങനെ ഒരു യുവ MLA കൂടി നമുക്ക് കിട്ടി. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തേക്കാം. KPCC പ്രസിഡൻ്റായിട്ട് എപ്പോഴും യുവ നേതാവ് എന്നേക്കാൾ ഭേദം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് പരിചയസമ്പന്നനായ ആൾ വരുന്നതിനായിരിക്കും. പിന്നെ ഈ പലരും വിചാരിക്കുന്ന പോലെ KPCC പ്രസിഡൻ്റ് എന്ന് വെച്ചാൽ അത്ര വലിയ എടുത്ത പൊങ്ങാത്ത കാര്യമൊന്നുമില്ല.
നമ്മുടെ പാവം തെന്നല ബാലകൃഷ്ണപിള്ള സാറ് KPC പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് കോൺഗ്രസ്സിന് ഏറ്റവും വലിയ വിജയം ഉണ്ടായത്. 99 സീറ്റ് UDF കിട്ടിയത് അപ്പോഴാണ്. തെന്നലച്ചേട്ടന് പോലും വലിയ അവകാശവാദങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മേന്മ കൊണ്ടാണ് പാർട്ടിക്ക് കിട്ടിയത്. അദ്ദേഹം ഇരിക്കുമ്പോൾ കിട്ടിപ്പോയി എന്ന് മാത്രമല്ല അതിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പ്രതിഫലവും കിട്ടി. കാരണം അദ്ദേഹം ഈ UDF സർക്കാർ വന്ന് അധികാരം ഏറ്റ ദിവസം അദ്ദേഹത്തെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിന് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് KPCCയുടെ കാർ കൊടുത്തില്ല. അദ്ദേഹം ഇന്ദിരാഭവൻ്റെ മുമ്പിൽ നിന്ന് ഓട്ടോറിക്ഷ, ഇന്ദിരാഭവൻ ഇല്ലത്, KPCC ഓഫീസിന് മുമ്പിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയി എന്നാണ് പണ്ട് സണ്ണിക്കുട്ടി അബ്രഹാം അല്ലെങ്കിൽ നമ്മുടെ ഇവരൊക്കെ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം. അതുകൊണ്ട് ഇതൊന്നും വലിയ പുതുമയുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കരുണാകരൻ്റെ ആന്റണിയുടെ കാലത്തൊക്കെ ഗ്രൂപ്പ് കളിക്കാമായിരുന്നു. അത് പാർട്ടി ഉണ്ടായിരുന്നു, സംഘടന ഉണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു, ബൂത്ത് കമ്മിറ്റികളുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലല്ലോ. ഇപ്പോൾ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പോൾ പണ്ട് ഹൈക്കമാൻഡ് ശക്തമായിരുന്നു ഇന്ദിരാഗാന്ധി ഉള്ള സമയത്ത്. സത്യത്തിൽ ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആത്മപ്രചോദിതനായിട്ട് പെട്ടെന്നൊരു ദിവസം വാളും അല്ലെങ്കിൽ വില്ലുമെടുത്ത് യുദ്ധത്തിന് ഇറങ്ങിയതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പുറകിൽ ചില നിഗൂഢ താല്പര്യക്കാരുണ്ട്, സ്ഥാപിത താല്പര്യക്കാരുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയത്തിലെ പക്വത കുറവ് മുൻനിർത്തി അത് മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ വച്ച് ചില കളികൾ കളിക്കാം എന്നാണ് അവരുടെ ഉദ്ദേശം. കാരണം ചാണ്ടി ഉമ്മൻ എന്ന് വെച്ചാൽ വെറും ഒരു ചാണ്ടി ഉമ്മനല്ല, അദ്ദേഹം ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തിക്കാം എന്നൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ്റെ പതനം കാത്തിരിക്കുന്ന ചില ആളുകൾ PV അൻവറിനെ സ്ക്രൂ ചെയ്ത് ഇറക്കിയിട്ട് ഓർമ്മയില്ല, കീ കൊടുത്ത് ചില പാവകളെയൊക്കെ ഇറക്കുന്ന പോലെ. അൻവർ എന്നെ കളി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്ര വലിയൊരു കളി കളിക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് കളി പാളിപ്പോയി. ഇദ്ദേഹത്തെ രംഗത്തിറക്കിയ ആളുകൾ കൈ കഴുകി യോഗ്യന്മാരെ. ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിച്ചിട്ടില്ല. ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ്, അദ്ദേഹത്തിൻ്റെ പക്വത കുറവ്, പിന്നെ അദ്ദേഹത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഇദ്ദേഹം വലിയൊരു ലോക നേതാവാണ്. ചാണ്ടി ഉമ്മൻ പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കും. അങ്ങനെയൊന്നുമല്ല. ചാണ്ടി ഉമ്മനൊക്കെ ഒരുപാട് പരിമിതികളുള്ള ഒരു കൊച്ചു നേതാവാണ്. ചെറിയ നേതാവെന്ന് പോലും പറയാൻ പറ്റില്ല. കൊച്ചു നേതാവാണ്, അല്ലെങ്കിൽ കുഞ്ഞു നേതാവാണ്. ചാണ്ടി ഉമ്മൻ ആരാണെന്ന് ചാണ്ടി ഉമ്മന് മനസ്സിലായിട്ടില്ല. ചാണ്ടി ഉമ്മൻ അറിയാൻ പാടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പുള്ളി അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായങ്ങൾക്ക് ശേഷം പുള്ളിയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ പൊതുവെയുള്ള മതിപ്പ് തന്നെ വല്ലാതെ മങ്ങി എന്നുള്ളതാണ് സത്യം. കോട്ടയത്ത് ഇപ്പോൾ സംസാരം ചാണ്ടി ഉമ്മൻ ജോസ് കെ മാണിക്ക് പഠിക്കുന്നു എന്നാണ്. സത്യത്തിൽ അത് ശരിയല്ല. കാരണം ജോസ് കെ മാണിക്ക് സ്വന്തം അപ്പനുണ്ടാക്കിയ പാർട്ടിയാണ്. അതൊരു കുടുംബസ്വത്ത് പോലെ കിട്ടിയതാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകും. ചാണ്ടി ഉമ്മൻ്റെ കാര്യം അങ്ങനെയല്ലോ. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. 1.25 നൂറ്റാണ്ടിലധികം പഴക്കവും പാരമ്പര്യവും ഉള്ള ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്. കോട്ടയം ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ മാത്രമുള്ള ഒരു സ്ഥാപനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. ഹൈക്കമാൻഡുണ്ട്, ലോ കമാൻഡുണ്ട്, കേരളത്തിലെ നേതൃത്വമുണ്ട്, KPCC ഉണ്ട്, DCCകളുണ്ട്, മറ്റ് പല സംവിധാനങ്ങളുമുണ്ട്. ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഡൈയിങ് ഹാർനസിൽപ്പെട്ട് ഒരു MLA ആയ ആളാണ്. നമ്മൾ ആശ്രിത നിയമനം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആശ്രിത നിയമനത്തിൽ കൂടി MLA ആയ ആളാണ്. പുതുപ്പള്ളിയിൽ തന്നെ യോഗ്യന്മാരായ എത്ര ആളുകളുണ്ട് MLA അവനിട്ടില്ല. ടോമി കല്ലാനി മത്സരിച്ചാലും ഒരു 20,000 വോട്ടിന് ജയിക്കുമായിരുന്നു. ഫിൽസൺ മാത്യൂസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു. നാട്ടക സുരേഷ് മത്സരിച്ചാൽ പോലും 10,000 വോട്ടിന് ജയിക്കുന്ന മണ്ഡലമാണ് പുതുപ്പള്ളി. അവിടെ ചാണ്ടി ഉമ്മൻ നിന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അപ്പൻ ഭരിച്ചിട്ട് 40 ദിവസം തികഞ്ഞതുകൊണ്ടും അദ്ദേഹത്തിന് 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമായ കംപ്ലീറ്റ് അനന്തരാവകാശിയും അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശി ചാണ്ടി ഉമ്മനാണെന്നോ? ഒരിക്കലും അല്ല. ഇത് ചില ആളുകൾ മറ്റുള്ളവരുടെ കാലെ പിടിച്ച് വലിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞതാണ് ഒരിക്കലും പാർട്ടി നന്നാവാനായിട്ട്, പാർട്ടി ജയിക്കാവുന്നൊരു ഘട്ടം വരുമ്പോൾ ഈ പണ്ട് കരുണാകരൻ പറയുന്നു ചുട്ടു തല്ലുമ്പോൾ കൊല്ലനും കൊല്ലത്തിൽ ഒന്നാവും എന്ന്. പക്ഷേ ഇവിടെ കൊല്ലനും കൊല്ലത്തിൽ ഒന്നാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ചുടറേക്ക് മുമ്പാണ്, തലനേക്ക് മുമ്പാണ്. ഇതെങ്ങനെയെങ്കിലും കുട്ടിച്ചോറാക്കണം. ഇവിടെ LDFൻ്റെ മൂന്നാമതൊരു തുടർ ഭരണം ഉറപ്പാക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. അതിൽ കവിഞ്ഞ യാതൊരു ഉദ്ദേശവുമില്ല, അതിൽ കുറഞ്ഞ ഉദ്ദേശവുമില്ല. അവർ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഒരു മൂന്നാം പിണറായി സർക്കാർ, അല്ലെങ്കിൽ പിണറായിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു LDF സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരിക. ആ സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നേതാക്കന്മാർ, ഈ മാന്യന്മാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് ആ ഒരു സംശയമില്ല. CPMനോടും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടും വലിയ വിപ്രതിപത്തി ജനങ്ങളുടെ ഇടയിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അത് ഒരു തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടിപ്പിച്ച് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ വിപ്രതിപത്തി അല്ലെങ്കിൽ വിയോജിപ്പ് അതേ നിലയിൽ, അതേ തോതിൽ, അതേ തീവ്രതയോടുകൂടി ഉണ്ടാകുമോ എന്നുള്ളത് വളരെ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണ ഇത് തന്നെയാണല്ലോ സംഭവിച്ചത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആളുകൾ UDFനും കോൺഗ്രസിനും വോട്ട് ചെയ്തു. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് ചിത്രം മാറി.
നിയമസഭ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പിന്നെയും മാറി. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതേപോലെ ഒരു ആവർത്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഭരണവിരുദ്ധ വികാരം എത്ര ശക്തമാണെങ്കിലും പഴയ പോലെ അത് പൂർണ്ണമായും കോൺഗ്രസിലേക്കല്ല പോവാം. ഇപ്പോൾ ബി ജെ പിയും ശക്തമാണ്. ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി 1-2 സീറ്റ് കിട്ടിയാലും അതിനപ്പുറത്തേക്കൊന്നും ബി ജെ പിക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഈ രണ്ട് മുന്നണികളിൽ യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും തമ്മിൽ ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് തീർച്ചയായിട്ടും എൽ ഡി എഫ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് ജയിക്കുമെന്നോ അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കില്ല എന്നല്ല, ഇങ്ങനെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് നമ്മളോട് കിട്ടാവുന്ന അത്ര വോട്ടുകൾ അവർക്ക് സമാഹരിക്കണം. പരമാവധി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. ഇപ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള സാറ് കെ പി സി പ്രസിഡന്റും കേരളം കണ്ട ഏറ്റവും ദുർബലനായ പ്രതിപക്ഷ നേതാവ് എ കെ ആൻ്റണിയും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. അതിൻ്റെ അർത്ഥം അവരുടെ മേന്മയേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. കാരണം മാസത്തിൽ 30 ദിവസമാണുള്ളെങ്കിൽ 25 ദിവസവും ട്രഷറി ബാനായിരുന്നു. പിന്നെ കല്ലുവാതിക്കൽ ദുരന്തം, ഈ വിഷമദ്യ ദുരന്തം പോലുള്ള സംഭവങ്ങളുണ്ടായി. അങ്ങനെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിച്ഛായ പാടെ മങ്ങി. ജനങ്ങൾ വേറെ ഒരു നിവൃത്തിയില്ലാതെ എ കെ ആൻ്റണിക്കും തെന്നല ബാലകൃഷ്ണപിള്ള കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. കാരണക്കാരൻ എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി, എന്നിട്ട് പോലും ജയിച്ചില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വടക്കേക്കര മണ്ഡലത്തിൽ കെ പി ധനപാലം പോസ്റ്റ് അടിച്ചതിന് ശേഷം അദ്ദേഹത്തെ മാറ്റി, മതിലെഴുതിയതിന് ശേഷം അദ്ദേഹത്തെ മാറ്റി. എന്നിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. വടക്കേക്കര ചരിത്രത്തിൽ 40 കൊല്ലത്തിലൊരിക്കൽ ആദ്യമായിട്ട് ജയിച്ചതാണ്. അതിന് ശേഷവും ജയിച്ചിട്ടില്ല, അതിന് മുമ്പും ജയിച്ചിട്ടില്ല. അതാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അതുപോലത്തെ ഒരു റിസൾട്ട് 2026 നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. നടന്നുള്ള നിർബന്ധമില്ല. മൂന്നാമത് ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാഷുവയ്ക്ക് ഇയാഗോയ്ക്ക് കാഷുവോട് തോന്നിയ പോലെ വലിയ അസൂയാണ്, കുരഷ്ടാണ്, കണ്ണിക്കടിയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ച അവകാശിയായിട്ട് ഷാഫി പറമ്പിൽ ഉയർന്നു വരുന്നു. അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ഷാഫിക്ക് പെട്ടെന്ന് കിട്ടിയ വലിയ ഒരു സ്വീകാര്യത, മാധ്യമങ്ങളുടെ ഇടയിൽ കിട്ടിയ സ്വീകാര്യത, ജനങ്ങളുടെ ഇടയിൽ കിട്ടിയ സ്വീകാര്യത, കോൺഗ്രസ്സുകാരുടെ ഇടയിൽ കിട്ടിയ സ്വീകാര്യത, കോൺഗ്രസ് അല്ലാത്ത ആളുകളുടെ ഇടയിൽ കിട്ടിയ സ്വീകാര്യത, അത് സി പി എംകാർക്ക് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വിഷമം ഈ പാവം ചാണ്ടി ഉമ്മനാണ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചാണ്ടിയുടെ പ്രശ്നം ഇതാണ്. ഷാഫി പറമ്പിൽ ഒരു പെട്ടെന്നൊരു താരമായി മാറിയിരിക്കും. അദ്ദേഹം ഒരുപാട് പോലെ ഈ രംഗത്ത് പ്രവർത്തിച്ചതുകൊണ്ട് ആ യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടായി, മുതിർന്ന കോൺഗ്രസ്സുകാരുടെ ഇടയിൽ സ്വാധീനമുണ്ടായി. അദ്ദേഹം വടകരയിൽ പോയിട്ട് വലിയ വീറും വാശിയുമായിട്ട് മത്സരിച്ച് ജയിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നോമി എന്ന രീതിയിൽ അദ്ദേഹം പാലക്കാട്ട് രാഹുലിനെ നിർത്തി വിജയിപ്പിച്ചു. ഈ രണ്ട് കാര്യത്തിലും ചാണ്ടിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈർഷ്യ, അദ്ദേഹത്തിന് അസഹിഷ്ണുത, ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മാനുഷിക വികാരത്തെ മറ്റ് ചില മുതിർന്ന നേതാക്കൾ, ഞാൻ അവരെ കുറ്റം പറയുള്ളൂ, ചാണ്ടിയല്ല, അവർ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ മുൻനിർത്തിയിട്ട്, ഞാനിപ്പോൾ കൂടുതൽ മറ്റേ ഉപമകളൊന്നും ഉപയോഗിക്കുന്നില്ല, അത് ശരിയാവില്ല, അതുകൊണ്ടാണ് ക്രൂരമായിരിക്കും. അപ്പോൾ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ മുൻനിർത്തിയിട്ട് ഇവർ പല കോമാളിത്തരങ്ങളും കാണിക്കുകയാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് കുടുംബക്കാരിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി, സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ സതീശൻ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി. കാരണം ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ അച്ചൂമ്മനെങ്ങാനും പുതുപ്പള്ളിയിൽ നിർത്തിയാൽ മതിയായിരുന്നു, സംഗതി വൃത്തിയായിട്ട് നടന്നേനെ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം, അത്ര വായിക്കാവുന്നതല്ലെങ്കിലും. പ്രേമൻ എന്നൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. പരനാറിയായപ്പോൾ ബന്ധം വിട്ടു. ഇപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ സഹിക്കാനാവാത്ത നാറ്റം, പരമനാറി. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു പ്രസ് സെക്രട്ടറി എഴുതിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരും ജാഗ്രതയോടെ പ്രവർത്തിക്കുക.